ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാൻസി ഗുരു. ഗെയിം വീക്ക് 29 സംസാരിക്കുന്ന ഫാൻസി ഗുരുവിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പിലുള്ളത് ഗെയിം വീക്ക് 29 ആണ്. നമുക്കറിയാം, ഗെയിം വീക്ക് 29 എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഗെയിം വീക്കാണ്. അതായത് ഒരു വലിയൊരു ബ്ലാങ്ക് ഗെയിം വീക്ക് എന്ന് പറയേണ്ടി വരും. ആകെ 4 കളികൾ മാത്രമാണ് ഉള്ളത്. അതായത് 8 ടീമുകൾക്ക് മാത്രം കളി. നമുക്ക് ആ ഫിക്സർ നോക്കിക്കഴിഞ്ഞാൽ ബ്രാൻഫോർഡ് ബേൺലി, ഫുൾഹാം സ്പേഴ്സ്, വെസ്റ്റ് ഹാം ആസ്റ്റൺ വില്ല, ലൂട്ടൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ഈ 4 കളികൾ മാത്രമാണ് ഗെയിം വീക്ക് 29 ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഗെയിം വീക്കിലായിട്ട് നമ്മൾ ഫ്രീ ഹിറ്റ് ചെയ്യണമോ? മിക്ക ആൾക്കാരും ഫ്രീ ഹിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്നാൽ കുറെ ആളുകൾക്ക് ഫ്രീ ഹിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ഒരു തീരുമാനത്തിലായിട്ട് എങ്ങനെ എത്തിപ്പെടാൻ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിലായിട്ട് ഫ്രീ ഹിറ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഗുണം, ഒരു ഹിറ്റും എടുക്കാതെ ഇത്ര വലിയൊരു ബ്ലാങ്ക് ഗെയിം വീക്ക് ഒരു മൈനസ് പോലും എടുക്കാതെ അത്യാവശ്യം മികച്ച ടീമായിട്ട് ഫ്രീ ഹിറ്റ് എടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഈ പറഞ്ഞാല് നമ്മുടെ ടീമിൽ ഓൾറെഡി ഉള്ള ഹാലണ്ട്, സാക്ക, സോളങ്കി തുടങ്ങിയ അസറ്റുകൾ നമുക്ക് ലോങ് ടൈം കീപ്പ് ചെയ്യാൻ കഴിയും. കാരണം വെച്ചാൽ അവർ ഇനിയും ഫ്യൂച്ചറിലായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പൊ ഈ ഫ്രീ ഹിറ്റ് ചെയ്യുന്നതോടുകൂടി തൽക്കാലം ഒരു മാറ്റി വയ്ക്കുക, ഒരു പുതിയ ടീമായിട്ട് ഒരു ഗെയിം വീക്ക് അറ്റാക്ക് ചെയ്യുക, തിരിച്ച് നമ്മുടെ പഴയ ടീം നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സാക്ക, ഹാലണ്ടിനെ പോലുള്ള കളിക്കാരെ നമുക്ക് വീണ്ടും ടീമിനായിട്ട് തന്നെ തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞാല് ഇപ്പൊ ഈ ആഴ്ച നമ്മൾ എടുത്തു വയ്ക്കാൻ പോകുന്ന ചില കളിക്കാരെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഇനി അങ്ങോട്ട് ഡബിൾ ഗെയിം വീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിലേക്ക് എടുത്തു വയ്ക്കുന്ന കളിക്കാർക്ക് ഫ്യൂച്ചർ ഡബിൾ ഗെയിം വീക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറെ അസറ്റുകളൊക്കെ ഒരു 1 വീക്ക് യൂസ് മാത്രമാണ്, ദെൻ ത്രോ ആണ്. ഒരു യൂസ് ആൻഡ് ത്രോ അസറ്റുകൾ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു ഹിറ്റ് എടുത്ത് പോകാനേക്കാൾ നല്ലത് ഒരു ഫ്രീ ഹിറ്റ് കൊണ്ട് ഒരാഴ്ച കോംപ്രമൈസ് ചെയ്ത് ഫ്രീ ഹിറ്റ് എടുത്ത് അവർ ടീമിലോട്ട് കൊണ്ടിരുന്നു. ആവശ്യം കഴിയുമ്പോൾ അവർ തന്നെ മുക്കോളും, നമുക്ക് പുതിയ ടീമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പഴയ ടീമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. സോ അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ, ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, ഡബിൾ ഗെയിം വീക്ക് 34 37 വരുമ്പോൾ നമുക്ക് ഫ്രീ ഹിറ്റ് ഇല്ലാതെ എങ്ങനെ മാനേജ് ചെയ്യണം. നമ്മളിപ്പോൾ ഫ്രീ ഹിറ്റ് എടുക്കണമെങ്കിൽ അപ്പോഴേ ആലോചിക്കണം. അതായത് 34 37 കുറെ ആൾക്കാർ ഫ്രീ ഹിറ്റ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ നോക്കൂ, ഈ പറഞ്ഞാൽ ചെറിയൊരു ഗെയിം വീക്കാണ്. നമുക്ക് എടുത്തു ചെയ്യാൻ കഴിയുന്ന ഒരു സർട്ടൻ ആയിട്ടുള്ള കളിക്കാരാണ് വളരെ കുറവാണ്. നമുക്ക് ഈ സിറ്റി അതൊരു അവസരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, സാക്കി എടുത്ത് വെക്കുക, ഹാലൻഡ് എടുത്ത് വെക്കുക എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ ഈ ഒരു ഗെയിം വീക്ക് 29 നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പോയിന്റ് എടുക്കുന്ന പ്രതീക്ഷയുള്ള 1-2 കളിക്കാരുള്ളത് വാക്കിങ്സ്, സൺ തുടങ്ങിയ കുറച്ച് കളിക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു കിട്ടി പോയാൽ പോയിരുന്ന ഒരു സ്റ്റാനുള്ള കളിക്കാരാണ്. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 29 ഫ്രീ ഹിറ്റ് അത്രത്തോളം ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത്ര മികച്ചൊരു തീരുമാനമാണെന്ന് നോക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഈ ഫ്രീ ഹിറ്റിൽ ഇപ്പോൾ സണ്ണിനെ നമ്മൾ എടുത്തു വെച്ചു, നമ്മൾ ഫ്രീ ഹിറ്റ് ചെയ്യുകയാണ്. ഞാൻ സണ്ണിനെ ഫ്രീ ഹിറ്റ് കൊണ്ട് എടുക്കാൻ പോവാണ്. സണ്ണിനെ പോലൊരു പ്ലെയറെ ഫ്രീ ഹിറ്റ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. സണ്ണിനെ പോലൊരു പ്ലെയർ ലോങ് ടൈമിലായിട്ട് കൊണ്ടുവരണം. കാരണം ഗെയിം വീക്ക് 30 വരുമ്പോൾ, അല്ലെങ്കിൽ 31 ലൂട്ടൺ അഗേൻസ്റ്റ് ഒക്കെ സൺ ഒരു ക്യാപ്റ്റൻസി ആണ്. അറ്റ്ലീസ്റ്റ് ടിൽ ഗെയിം വീക്ക് 33 വരെയെങ്കിലും സണ്ണിന്റെ ആവശ്യമുണ്ടാവും. സോ സണ്ണിനെ പോലുള്ള കളിക്കാരെ കൊണ്ടുവരാൻ ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യുന്ന മണ്ഡലത്തിലാണ് സണ്ണിനെ പോലുള്ള കളിക്കാരെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവരെ സ്ഥിരമായി ടീമിലെടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് വേണ്ടത്. സോ അതെല്ലാമാണ് ഈ ഫ്രീ ഹിറ്റിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ അതിന് കൂടെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ടീമിൽ ഇപ്പോൾ ടീമിലോട്ട് നോക്കിയിട്ട് അത്യാവശ്യം ഒരു 8 ഡീസന്റ് കളിക്കാർ ടീമിലുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫറോടെ നടത്തി നിങ്ങൾക്ക് 9 പേരെ ആക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഫ്രീ ഹിറ്റ് എടുക്കേണ്ട ഒരു കാര്യമില്ല. അതല്ല, ഒരു 5 കളിക്കാരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ഹിറ്റ് എടുക്കാൻ ഒരു തടസ്സമില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഫ്രീ ഹിറ്റ്. സോ അതാണ് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലോട്ട് നോക്കിക്കുമ്പോൾ ഏറെക്കുറെ ഐഡിയ കിട്ടും നമുക്ക് ഇനി ഫ്രീ ഹിറ്റ് എടുക്കണോ വേണ്ടതിനെ പറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന, ഇനി ഈ ഫ്രീ ഹിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മികച്ചൊരു ഡ്രാഫ്റ്റിൽ എങ്ങനെ അതിൽ ഫ്രീ ഹിറ്റ് ചെയ്യാൻ കഴിയുന്ന മികച്ചൊരു ഡ്രാഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ഡ്രാഫ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഗെയിം വീക്ക് 29 കളിക്കാൻ പോകുന്ന വെസ്റ്റ് ഹാം അതുപോലെ ആസ്റ്റൺ വില്ല, ഈ 2 ടീമിനും തേഴ്സ്ഡേ യൂറോപ്പ ലീഗ് കപ്പുകളുണ്ട്. അപ്പോൾ ആ 2 കളികളുള്ളതുകൊണ്ട് ചില അസറ്റുകൾ ഗെയിം വീക്ക് 29 റൊട്ടേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രീ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇഫ് യു ആർ ഗോയിങ് ഫോർ വെസ്റ്റ് ഹാം ഓർ ആസ്റ്റൺ വില്ല അസറ്റുകൾ, അവരുടെ ഏറ്റവും വലിയ നെയിൽഡ് ആയിട്ടുള്ള അസറ്റുകൾ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഈ യൂറോപ്പ കപ്പുള്ള റൊട്ടേഷൻ വരാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഈ ആസ്റ്റൺ വില്ലയുടെ കാര്യം പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ അലക്സ് മൊറേനോ വേഴ്സസ് ഡിഗിനെ ഇവരുടെ റൊട്ടേഷൻ വരാൻ ചാൻസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ മാറ്റി കാഷ് വേഴ്സസ് കോൺസ, അങ്ങനത്തെ 1-2 റൊട്ടേഷൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ഹിറ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിൽ വെക്കേണ്ട കാര്യം, ഞാൻ ടീമിൽ എടുക്കാൻ പോകുന്ന കളിക്കാർ തീർച്ചയായിട്ടും 90 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 80 മിനിറ്റ്സ് ആകുമ്പോൾ കളിക്കാൻ സാധ്യതയുള്ളതും സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള കളിക്കാരാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുക. നമുക്ക് സമയം കളയാതെ നമ്മുടെ ഡ്രാഫ്റ്റിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന പൊസിഷൻ ഫ്ലക്കനാണ്. നമ്മൾ ഈ ഡ്രാഫ്റ്റ് പറയുമ്പോൾ ആ ഡ്രാഫ്റ്റിലുള്ള കളിക്കാർ പറഞ്ഞു പോകുന്നതിന് കൂടെ തന്നെ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് കൂടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏറെ ഐഡിയ മനസ്സിലാവും ഏതൊക്കെ കളിക്കാർ എടുത്തു വെക്കണം. അപ്പം എൻ്റെ ഡ്രാഫ്റ്റില്ലാത്ത കളിക്കാരെ പറ്റി നമുക്ക് ഈ ഡ്രാഫ്റ്റ് പറഞ്ഞു പോകുമ്പോൾ സെയിം പൊസിഷനിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഗോൾ കീപ്പർ പൊസിഷനിലോട്ട് വെക്കൂ.
ഈ ഗോൾ കീപ്പർ പൊസിഷനായിട്ട് ഏറ്റവും ഒരു പ്രത്യേക അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ ഏതെങ്കിലും ഒരു ടീമിന് നിശ്ചയമായും ക്ലീൻ ഷീറ്റ് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ ആകെ 4 കളിയുള്ളൂ. ഈ 4 കളിയിൽ ടീമുകൾക്ക് ക്ലീൻ ഷീറ്റ് കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. സോ ഗെയിം വീക്ക് 29 ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ടീമിനും ഇല്ല. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇൻ ദാറ്റ് ഒരു ബെറ്റർ ഓപ്ഷൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് സേ ഫ്ലക്കർ എഗൈൻസ്റ്റ് ബേൺലി. എന്തുകൊണ്ട് ഫ്ലക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നത് ഹി കുഡ് ഗെറ്റ് ബോണസ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം ബേൺലി എക്സ്പെക്ടഡ് ഗോൾ എന്ന് പറയുന്നത് 19th ആണ്. 19th പൊസിഷനിലാണ് ബേൺലിയുടെ എക്സ്പെക്ടഡ് ഗോൾ എന്ന് പറയുന്നത്. സോ ബേൺലിയാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ ഗോൾ അടിക്കാൻ ഏറ്റവും സാധ്യത കുറഞ്ഞ ടീം. അതുകൊണ്ട് ഫ്ലക്കർ എടുത്തു വെക്കുന്നു. ഇനി ഫ്ലക്കർ അല്ലെങ്കിൽ മറ്റാരെന്ന ചോദ്യത്തിന് ഞാൻ പറയുന്ന ഉത്തരം ഒന്നിലെ എമി മാർട്ടിനസ് എടുത്തു വയ്ക്കാൻ കഴിയും. അതായത് ഈ ഗെയിം വീക്കിൽ കളിക്കുന്ന 8 ടീമുകളിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് അല്ലെങ്കിൽ ക്ലീൻ ഷീറ്റ് സ്റ്റാറ്റ്സുള്ള ടീം അത് ഈ പറഞ്ഞ പോലെ ഫുൾഹാമും ആസ്റ്റൺ വില്ലയാണ്. പക്ഷേ ഫുൾഹാം പ്ലേയിങ് അഗൈൻസ്റ്റ് സ്പേഴ്സ് ആണ്, ആസ്റ്റൺ വില്ല പ്ലേയിങ് അഗൈൻസ്റ്റ് വെസ്റ്റ് ഹാം ആണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ ഷീറ്റ് ഈ ആഴ്ച കിട്ടുമെന്ന് വെച്ചറിയാലോ. പക്ഷേ സ്റ്റാറ്റ്സ് വൈസ് നോക്കുവാണെങ്കിൽ എമി മാർട്ടിനസ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. സോ ഈ 2 കളിക്കാരാണ് നമുക്ക് എടുത്തു ചെയ്യാൻ കഴിയുന്നത്. പിന്നുള്ളത് കെവിൻസ്കി ആണ്. ഈ പറഞ്ഞ ലൂട്ടൺ ക്ലീൻ ഷീറ്റ് നേടുമെന്ന് അറിയില്ല, എന്നാൽ പോലും കെവിൻസ്കി ഒരു ഓപ്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ ഗോൾ കീപ്പറുടെ ഒത്തിരി ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ഡോണ്ട് നോ ഹൂ ഇസ് ഗെറ്റിംഗ് ക്ലീൻ ഷീറ്റ്. ഐ ഡോണ്ട് തിങ്ക് എനി ടീം വിൽ ഗെറ്റ് ക്ലീൻ ഷീറ്റ്. സോ അതാണ് ഗോൾ കീപ്പർ പൊസിഷനിൽ വരുന്നത്. ഇനി ഡിഫൻസിലേക്ക് വരുവാണെങ്കിൽ ഈ ഡിഫൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഗോൾ കീപ്പറിന്റെ കാര്യം പറഞ്ഞ ഈ ഗെയിം വീക്കിൽ ആർക്കും ഗോൾ ക്ലീൻ ഷീറ്റ് കിട്ടില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. നമ്മൾ സ്റ്റാറ്റ്സ് വെച്ചും അല്ലെങ്കിൽ കളികളുടെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ ക്ലീൻ ഷീറ്റ് ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവലംബിക്കേണ്ട, എക്സ്പെഷ്യലി ഫ്രീ ഹിറ്റ് നമ്മൾ അവലംബിക്കേണ്ട ഒരു സ്ട്രാറ്റജി വെച്ചാൽ തീർച്ചയായിട്ടും ക്ലീൻ ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു അറ്റാക്കിംഗ് റിട്ടേൺ ഏതെങ്കിലും രീതിയിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഡിഫൻഡേഴ്സിന് എടുത്തു വയ്ക്കുക. എന്തായാലും ക്ലീൻ ഷീറ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അറ്റാക്കിങ്ങോട് എന്തെങ്കിലും പോയിന്റ് തരുന്ന ഡിഫൻഡേഴ്സിന് എടുത്തു വയ്ക്കുക. അങ്ങനെ എടുത്തു വയ്ക്കാൻ നമുക്ക് ടീമിനെ എടുത്താൻ കഴിയുന്ന പ്ലേയേഴ്സ് ഒന്ന് ഡോഗട്ടി, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ, പിന്നെ പെഡ്രോ പോറോ, ദെൻ റെഗുലർ. ഈ പർട്ടിക്കുലർ ഗെയിം വീക്കിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് ചെയ്യാൻ കഴിയുന്ന ഡിഫൻഡേഴ്സ് 3 പേര് നമ്മൾ തീർച്ചയായും ടീമിനായിട്ട് എടുത്തു വയ്ക്കാം. ഇത് തന്നെ ഡോഗട്ടിയുടെ കാര്യം നോക്കൂ. ഈ സീസൺ നോക്കുകയാണെങ്കിൽ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ്, പെഡ്രോ പോറോ, അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പിയർ, ഇവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് സ്റ്റാറ്റ്സ് ഉള്ള കളിക്കാരാണ് ഡോഗട്ടി. അവരെ പ്ലേയിങ് എഗൈൻസ്റ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഒരു കഴിവെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസിൽ ഗോൾ വഴങ്ങിയുള്ള ടീം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ്. സോ ഡോഗട്ടി അഗൈൻസ്റ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈസ് നോ ബ്രെയിനർ. ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുന്ന അറ്റാക്കിംഗ് പൊട്ടൻഷ്യൽ മാത്രമാണ്. ദെൻ പെഡ്രോ പോറോ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് അല്ല, അറ്റാക്കിംഗ് സ്റ്റാറ്റ്സ് പോയി കഴിഞ്ഞാൽ ഹീസ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അലക്സാണ്ടർ ആർണോൾഡ്, പെഡ്രോ പോറോ, ട്രിപ്പിയർ ആണ് ഈ സീസണിലെ മികച്ച അറ്റാക്കിംഗ് ഡിഫൻഡേഴ്സ്. അതുകൊണ്ട് തന്നെ പെഡ്രോ പോറോ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അടുത്തുള്ള റെഗുലിയാണ്. റെഗുലിയനിലോട്ട് വരുമ്പോൾ റെഗുലിയൻ കഴിഞ്ഞ കളിയിൽ ഒരു ഇഞ്ചുറി കൺസേൺ ഉണ്ട്. എന്നാൽ പോലും ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഈ വെനസ്ഡേയിലെ ട്രെയിനിങ് പിക്ചേഴ്സിൽ റെഗുലിയനെ കാണപ്പെട്ടു. അവരുടെ കോച്ചും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഈ ഫീൽ ദാറ്റ് റെഗുലിയൻ വിൽ ബി പ്ലേയിങ്. സോ റെഗുലിയൻ ഈ പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ബേൺലി എന്തെങ്കിലും ക്ലീൻ ഷീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു ഡിഫൻഡർ അത് റെഗുലിയനാണ്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഇൻ അറ്റാക്കിംഗ് ഓൾസോ. കഴിഞ്ഞ 6 കളികളിലായിട്ട് 5 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ചാൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റാറ്റ്സ്. അതുകൊണ്ട് തന്നെ റെഗുലിയൻ ഈ പറഞ്ഞാൽ മറ്റൊരു അറ്റാക്കിംഗ് ഡിഫൻഡറായിട്ട് നമ്മുടെ ടീമിലേക്ക് വരുന്നു. ഇനി അതിൻ്റെ കൂടെ അതാണ് നമ്മുടെ ഡിഫൻഡേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ ആദ്യത്തെ 3 ഡിഫൻഡേഴ്സിന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഒന്ന് മാഡിസൺ, ബോവൻസ് ആണ്. അതായത് ഈ ഗെയിം വീക്കിൽ നിർബന്ധമായിട്ടും ടീമിനെടുക്കാൻ കഴിയുന്ന 3 പ്ലേയേഴ്സാണ് ഈ 3 പേര്. ഇനി 4ാമത്തെ ഡിഫൻഡറായിട്ടുള്ള എലാങ്കനെ എന്തുകൊണ്ട് ടീമിനായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് ലൂട്ടൺ. കഴിഞ്ഞ ബേൺമൗത്ത് ലൂട്ടൺ കളി കണ്ടവർക്കറിയാം ലൂട്ടന്റെ ഒരു അവസ്ഥ. അവർ അറ്റാക്ക് ചെയ്യും, അതുപോലെ ഗോളും മേടിക്കും. എക്സ്പെഷ്യലി ഈ എലാങ്ക ടീമിനായിട്ട് കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ ദമന്നയെ ഗോൾ അടിച്ച ആ ഒരു വിങ്, റൈറ്റ് വിങ്ങിൽ വളരെ വളർന്നവരായിട്ട് അവർ കാണപ്പെടുന്നുണ്ട്. സോ ആ ഏരിയയിൽ കളിക്കുന്ന എലാങ്ക വളരെ മികച്ചൊരു ഡിഫറൻഷ്യൽ ഓപ്ഷൻ തന്നെയായിരിക്കും. കഴിഞ്ഞ കളിയിൽ എലാങ്ക ബെഞ്ചിലായിരുന്നു. ബിക്കോസ് ടാക്ടിക്കലി അവർക്കൊരു വിങ്ങറിന് പകരമായിട്ട് അല്ലെങ്കിൽ വിങ്ങർ ആ പൊസിഷനായിട്ട് കളിക്കുന്ന പകരമായിട്ട് അവർക്ക് ബ്രൈറ്റൺ ആയതുകൊണ്ട് അവർ മിഡ്ഫീൽഡ് ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടാക്ടിക്കൽ റീസൺ കൊണ്ട് എലാങ്ക പുറത്താണ്. എന്നാൽ ഈ ആഴ്ച എലാങ്ക കളിക്കുന്ന ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എലാങ്ക ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ, എക്സ്പെഷ്യലി അഗൈൻസ്റ്റ് ആ വീക്ക് സൈഡിൽ ലൂട്ടറിന്റെ വീക്ക് സൈഡിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. ഇനി ഇതിന്റെ കൂടെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ ബോവന് വരെ കുഡൂസിനെ പരിഗണിക്കാം. സ്പേഴ്സിന് ജോൺസൺ എന്ന് വെച്ചാൽ സണ്ണിനേക്കാളും മികച്ച പെനാൽറ്റി ബോക്സ് ടച്ചസ് ഉള്ള കളിക്കാരാണ്. പക്ഷേ ഇഷ്യൂ ഈസ് ദാറ്റ്
ഒരു സബ് വരുമ്പോൾ ആദ്യം ജോൺസൺ സബ് ചെയ്യുന്നൊരു പ്രവണത കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേയിങ് മിനിറ്റ്സിൽ ഡൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ എലങ്കയ്ക്ക് വരുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഗിബ്സ് വൈറ്റിനെ നമുക്ക് വെച്ച് നോക്കാവുന്നതാണ്. പിന്നുള്ളത് ഡഗ്ലസ് ലൂയിസ് ഓൺ പെനാൽറ്റി, ലിയോൺ ബൈലി ഫ്രം ആസ്റ്റൺ വില്ല. ഈ രണ്ട് കളിക്കാരൊക്കെയാണ്. ഇത്തരം കളിക്കാരാണ് മിഡ്ഫീൽഡിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പരിഗണിക്കാൻ കഴിയുക. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ഫോർവേഡ് ലൈനിലായിട്ടാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ വാക്കിങ്സ് ലോക്ക്ഡ് ആണ്. ഈ സീസണിലെ ഏറ്റവും മികച്ച ഫോമിലുള്ള ഫോർവേഡാണ്. വാക്കിങ്സ് ഇസ് ലോക്ക്ഡ്. സ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ഗോൾ വെസ്റ്റ് ഹാമും ഈ പറഞ്ഞ ഗോൾ മേടിക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല. സോ വാക്കിങ്സ് ക്യാൻ സ്കോർ. അതാണ് വാക്കിങ്സ് നമ്മൾ എടുത്തു വയ്ക്കാൻ കഴിയുന്നത്. പിന്നെ ഉള്ളത് മോറീസ് ആണ്. മോറീസിനെ പറ്റി പറയുമ്പോൾ ഓൺ പെനാൽറ്റീസ് ആണ്. ലൂട്ടൺ ഗോൾ മേടിക്കാൻ മടിയില്ലാത്ത പോലെ ഗോൾ അടിക്കാനും മടിയില്ല. ചുമ്മാ അറ്റം വെച്ച് ചിലപ്പോൾ കയറി അടിച്ചളയും. അവർ XG എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 10 ഗോൾസ് എക്സ്ട്രാ ആണ്. അതുകൊണ്ട് തന്നെ മോറിസ് ഓൺ പെനാൽറ്റീസ് അറ്റാക്കിംഗ് ടീമിന് വേണ്ടി കളിക്കുന്നു. അതുകൊണ്ട് തന്നെ മോറിസ് മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നുള്ളത് ഇവാൻ ടോണി. ഈ ടോണിനെ പറ്റി പറയുമ്പോൾ ടോണി കഴിഞ്ഞ 2 ഗെയിം വീക്കുകളായിട്ട് നിരാശയാണ്. എന്നാൽ പോലും ഈ ടോണി നമുക്ക് ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. എസ്പെഷ്യലി ഇങ്ങനത്തെ ഉള്ള ഒരു ക്രൂഷ്യൽ ഗെയിം വീക്കിൽ പുള്ളിയുടെ നമ്മൾ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ XG എന്ന് പറയുന്നത് 0.49 ആണ്. ഈ ടോണിയുടെ XG എന്ന് പറഞ്ഞാൽ 0.49. അതുപോലെ തന്നെ 90 മിനിറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഷോട്ട്സുകൾ ഉതിർക്കുന്ന ആ ടീമിലെ ഏറ്റവും മികച്ച താരം ടോണി തന്നെയാണ്. സോ കഴിഞ്ഞ 2 ഗെയിമിങ്ങിലെ കാര്യം നമ്മൾ തൽക്കാലം മറക്കാം. പക്ഷേ ടോണി ഈസ് എസെൻഷ്യൽ. ഇതേ സ്റ്റാറ്റ്സിലാണ് മോറിസിനുള്ളത്. മോറിസ് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയെങ്കിൽ കൂടി ഐ തിങ്ക് ഈ ടോണിയെ പോലെ തന്നെ സ്റ്റാറ്റ്സ് ബാക്കപ്പ് ഉള്ള അറ്റാക്കിംഗ് ടീമിന് കളിക്കുന്ന കളിക്കാരാണ് മോറിസ്. അതേ ടീമിൽ തന്നെ വിസയെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയും. ടോണിയേക്കാൾ ബെറ്റർ സ്റ്റാറ്റ്സ് ഉണ്ട് വിസയ്ക്ക് കളിച്ചപ്പോഴൊക്കെ, എക്സ്പെഷ്യലി അഗെയിൻസ്റ്റ് പെനാൽറ്റി ഏരിയ ടച്ചസിലും ഷോട്ട് ഓൺ ടാർഗറ്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂനീസ് ഫ്രം ഫുൾഹാം ഹോമിന് നല്ല രീതിയിൽ കളിക്കുന്നു. പക്ഷേ മ്യൂനീസിന്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗൾ ഹിമിനസ് ബാക്ക് ഫ്രം ഇഞ്ചുറി കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോജയും നമുക്ക് ആ ഒരു പൊസിഷനായിട്ട് ത്രെട്ടനാണ്. അതുകൊണ്ട് തന്നെ മുനീസിന്റെ ഒരു പ്ലേയിങ് ടൈം നമുക്ക് ചെറിയ ഡൗട്ട്ഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 പ്ലേയേഴ്സിനെ പറയാത്ത. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ തിങ്ക് ആണെങ്കിൽ വിസ് ഓർ മുനീസിനെ കൂടി പരിഗണിക്കാൻ കഴിയുന്നുണ്ട്. സോ ഇതെല്ലാമാണ് ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ വേറെ ഡ്രാഫ്റ്റ് ഒന്നും പറയാനായിട്ട് എടുത്തു വയ്ക്കാൻ പ്ലേയേഴ്സിൽ ആകെ 4 കളിയുണ്ട്. അതിനകത്ത് 4 എടുത്തു വയ്ക്കാനാണ്. സോ അത്രയുള്ള ബഡ്ജറ്റ് കൺസ്ട്രെയിനൊന്നും ഇല്ലാണ്ട് തീർച്ചയായിട്ടും എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു അത്യാവശ്യം ഡീസന്റ് ഡ്രാഫ്റ്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ക്യാപ്റ്റൻസി ആരെ വെക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കളിയിൽ 17 പോയിന്റ് നേടിയ സൺ തന്നെയായിരിക്കും ഒബ്വിയസ് ചോയ്സ്. ഇനിയിപ്പോൾ സൺ അല്ലെങ്കിൽ സ്റ്റാറ്റ്സ് വൈസ് നോക്കുകയാണെങ്കിൽ സണ്ണിനേക്കാൾ ബെറ്റർ ആരാണെന്ന് വെച്ചാൽ ഐ വുഡ് സേ ഇറ്റ്സ് വാക്കിങ്സ് ആണ് സണ്ണിനേക്കാൾ ബെറ്റർ സ്റ്റാറ്റ്സ് ഉള്ള കളിക്കാരൻ. അതിനുശേഷം ഇവാൻ ടോണിയാണ്. സോ ഗോ ഫോർ സൺ. അതല്ല സണ്ണ് പറ്റില്ല എന്നുള്ളത് വാക്കിങ്സ് ഓർ ടോണിയിലേക്ക് വരാൻ കഴിയുന്നതാണ്. സോ ഇതെല്ലാമാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ പറയാനുള്ളത്. ഇനി ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരെ ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാവുന്നതുവരെ ഗുഡ് ബൈ.